ഹരി ഓം. അടുത്ത തിരുനാമമാണ് രുദ്രഗ്രന്ഥി വിഭേദിനി. രുദ്രഗ്രന്ഥിയെ ഭേദിക്കുന്നവൾ, തകർക്കുന്നവൾ. ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ ബന്ധനമാണ്, കെട്ട്. അപ്പം 3 തരത്തിലുള്ള ബന്ധനങ്ങളാണ് ആത്മാവിനുള്ളത്, നമ്മുടെ ആത്മാവിന്. എന്തൊക്കെയാണ് അത്? ഒന്ന് ബ്രഹ്മഗ്രന്ഥി, സൃഷ്ടിക്കുന്ന, നമ്മളെ ശരീരത്തിൽ ബന്ധിച്ചിടുക. പിന്നെ വിഷ്ണുഗ്രന്ഥി, ഈ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുക, നിരന്തരം ജനിക്കുകയും മരിക്കുകയും ചെയ്യുക. ശരീരം എടുത്തു കഴിഞ്ഞാൽ അത് നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഗുണങ്ങൾക്ക് പറയുന്ന പേരാണ് വിഷ്ണുഗ്രന്ഥി, വിഷ്ണുവിൻ്റെ ബന്ധനം. അതിനകത്ത് ഭക്ഷണം, വസ്ത്രം, കാമം, ക്രോധം, ലോഭം, മോഹം, ഇതൊക്കെ ഈ ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതാണ്. അതുകൊണ്ട് അതിനെല്ലാം വിഷ്ണുഗ്രന്ഥി എന്നാണ് പറയുക. അടുത്തതാണ് രുദ്രഗ്രന്ഥി വിഭേദിനി. അടുത്തത് രുദ്രഗ്രന്ഥിയാണ്. രുദ്രഗ്രന്ഥി എന്ന് പറഞ്ഞാൽ രുദ്ര എന്ന വാക്കിനെ രോദിപ്പിക്കുന്നതെന്ന അർത്ഥം. അതെന്തിനായി രോദിപ്പിക്കുന്നത്? ചില പ്രാണങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോയാൽ ചുറ്റുപാടും നിൽക്കുന്നവരും കരയും, നമ്മളും കരയും. അപ്പോൾ അതുകൊണ്ട് പ്രാണങ്ങൾക്ക് പറയുന്ന പേരാണ് രുദ്രൻ. ഏകാദശ രുദ്രന്മാരെന്ന് പറയും, 11 രുദ്രന്മാർ. അപ്പോൾ 11 രുദ്രന്മാർ ആരൊക്കെയാണ്? 10 പ്രാണങ്ങളും ആത്മാവും. അതുകൊണ്ടാണ് ഏകാദശ രുദ്രന്മാരെന്ന് പറയുന്നത്. ഇവർ ഈ 11 പേര് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് ആൾക്കാർ കരച്ചിൽ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഇവർ 11 എണ്ണത്തിനെയും രുദ്രന്മാരെന്ന് വിളിക്കുന്നത്. അപ്പോൾ രുദ്രഗ്രന്ഥി എന്ന് പറഞ്ഞാൽ എന്താ? രുദ്രൻ്റെ കെട്ട്. രുദ്രൻ ആരാ? രുദ്രൻ എല്ലാറ്റിനെയും ഉടച്ചു വാർക്കുന്നവനാണ്. അപ്പോൾ നമ്മൾ സാധന ചെയ്ത് ആദ്യം ബ്രഹ്മഗ്രന്ഥിയെ ദേവി തകർത്ത് കളയും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വിമുക്തരാകും. അത് കഴിഞ്ഞ് എന്തു ചെയ്യും? വിഷ്ണുഗ്രന്ഥിയെ ദേവി തകർക്കും. അങ്ങനെ അതിൽ നിന്നും നമുക്ക് വിമോചനം കിട്ടും. അവസാനമാണ് ദേവി രുദ്രഗ്രന്ഥിയെ തകർക്കുന്നത്. രുദ്രഗ്രന്ഥി എന്ന് പറയുന്നത് ബാക്കി എല്ലാ ഗ്രന്ഥികളും, കാമക്രോധ ലോഭം മോഹങ്ങളെല്ലാം തകർന്നു കഴിയുമ്പോഴാണ് അടുത്ത ഘട്ടം രുദ്രഗ്രന്ഥി വരുന്നത്. രുദ്രഗ്രന്ഥിയിലുള്ളത് എന്താ? അഹം, ബുദ്ധി, ചിത്തം, ഇതൊക്കെയാണ് രുദ്രഗ്രന്ഥിയിൽ വരുന്നത്. അഹംബോധം, ഞാൻ എന്ന ബോധത്തെയാണ് അഹംബോധം എന്ന് പറയുക. അപ്പോൾ നമ്മുടെ നല്ല സാധകന്മാരുണ്ട്, വലിയ ഉയർന്ന നിലയിലുള്ള സാധകന്മാർ, തപസ്വികൾ, വലിയ സന്യാസിമാർ. അവർക്കും ഈ അഹംബോധമുണ്ട്. നമ്മളവരുടെ പേര് ചോദിച്ചാൽ കൃത്യമായ പേര് പറയുകയും ഈ പേര് നമ്മൾ തെറ്റിച്ചെഴുതിപ്പോയാൽ എൻ്റെ പേരെന്തുകൊണ്ട് തെറ്റിച്ചെഴുതി എന്ന് ചോദിച്ച് ചൂടാവുകയും ചെയ്യും ചില സന്യാസിമാർ. എല്ലാവരും ഇല്ല, ചില സന്യാസിമാർ. അപ്പോൾ ഒരു പേരിനോട് പോലും ആസക്തിയുള്ളവരാണിവർ. ഇതിനെയാണ് അഹം എന്ന് വിളിക്കുക, ഞാൻ എന്ന ഭാവം. ഞാൻ ഇന്നിടത്തിന്നാരെ, ഇന്ന പേരുള്ള സന്യാസി, ഇന്ന മഠത്തിൻ്റെ സന്യാസി, ഇന്ന സമ്പ്രദായത്തിൻ്റെ പുരോഹിതൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത മനസ്സിൽ കിടക്കുമല്ലോ. ഞാൻ മഹാപണ്ഡിതൻ, ജ്ഞാനി, ഉയർന്ന നിലയിലുള്ളവൻ, ഇങ്ങനെയൊക്കെയുള്ള തോന്നലുള്ളത് കൊണ്ടാണ് ആ തോന്നലിന് പറയുന്ന പേരാണ് രുദ്രഗ്രന്ഥി, രുദ്രൻ്റെ കെട്ട്, ബന്ധനം. അപ്പോൾ ഇത് അറിവ് ഉള്ളവന് താൻ മഹാജ്ഞാനിയാണെന്നൊരു തോന്നൽ, അതുകൊണ്ട് അവന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ അഹംബോധം നിശേഷം പോയെങ്കിലേ സാധനയിൽ പുരോഗമിക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ രക്ഷയൊന്നുമില്ല. ബുദ്ധി, എൻ്റെ ജ്ഞാനം, ബുദ്ധി എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. അപ്പം ഞാൻ മഹാജ്ഞാനിയാണ്. പല സന്യാസിമാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ MSc ഫസ്റ്റ് ക്ലാസ്സിൽ ഫിസിക്സ് പാസ്സായതാണ്, എന്നിട്ടാണ് ഞാൻ സന്യസിച്ചത്. ഇതിൻ്റെ അർത്ഥം എന്താ? അയാൾ ശരിക്കും പറഞ്ഞാൽ സന്യസിച്ചിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ അയാൾ തൻ്റെ ഡിഗ്രിയെക്കുറിച്ച് ഇങ്ങനെ ദുരഭിമാനപൂർവ്വം സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ സ്വന്തം വിദ്യാഭ്യാസം, സ്വന്തം കുടുംബമഹിമ, ധനം, ഞാൻ മഹാനാണ്, ഞാൻ മഠാധിപതിയാണ്, മഠത്തിൻ്റെ സെക്രട്ടറിയാണ്, പ്രസിഡൻ്റാണ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനമാനങ്ങളെക്കുറിച്ച് പറയുന്ന ഒരവസ്ഥയുണ്ട്. അതായത് സാധന ചെയ്ത് തുടങ്ങുന്നവർ പോലും ഇത്തരത്തിലുള്ള ബുദ്ധി, ചിത്തം, അഹങ്കാരം തുടങ്ങിയ കാര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ടാവും. ബാക്കിയെല്ലാം തകർത്ത് കളഞ്ഞാലും ഇത് അവശേഷിക്കും. അപ്പോൾ അവസാനമായി ദേവി ഈ രുദ്രഗ്രന്ഥിയെയും ഭേദിക്കും. അതായത് സാധകൻ്റെ ഉള്ളിലുള്ള അഹംബോധം, ഞാൻ ജ്ഞാനിയാണ്, ഞാൻ മഹാനാണ്, ഞാൻ വിദ്യാഭ്യാസമുള്ളവനാണ്, സുന്ദരനാണ്,
അധികാരമുള്ളവനാണ് എന്നൊക്കെയുള്ള ആ ബോധമുണ്ടല്ലോ, അഹംബോധം, അതിനെ ദേവി ഇല്ലായ്മ ചെയ്യും. അങ്ങ് അതും കൂടി പോയാൽ മാത്രമേ പൂർണ്ണമായ മോക്ഷം ആത്മാവിന് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് രുദ്രഗ്രന്ഥി വിഭേദിനി, രുദ്രഗ്രന്ഥിയെയും തകർക്കുന്നവൾ എന്ന് ദേവിക്ക് പേര് വരാൻ കാരണം. ഹരി ഓം ഹരി.